പല പാരൻസിൻ്റെയും ഒരു കൺസേൺ ആണ് നിങ്ങളുടെ കുഞ്ഞ് പലപ്പോഴും ഒരു ഭാഗത്തോട്ട് മാത്രമാണ് നോക്കി കിടക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട് മാത്രം. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് കുട്ടി ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് മാത്രം വെച്ച് കിടക്കുന്നു. അവിടെ രണ്ട് പ്രധാന കാരണങ്ങളായി നമുക്ക് തരംതിരിക്കാം. ഒന്ന്, ഒരു പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഉണ്ടാവില്ല, കുട്ടിക്ക് അതാണ് പ്രിഫേർഡ്. രണ്ട്, കുട്ടിയുടെ കഴുത്തുമായി ബന്ധപ്പെട്ട എന്തോ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു കാരണം. ഉദാഹരണത്തിന് കഴുത്തിലെ മസിൽ ടൈറ്റ് ആവുന്നതാകാം, അല്ലെങ്കിൽ ബാക്കിലെ ബോണ്ട് ഇഷ്യൂസ് ആകാം. അങ്ങനെ അപ്പോൾ നമുക്ക് രണ്ടായി തരംതിരിച്ചാൽ, ഒന്ന് കാരണമില്ലാതെയും ഒന്ന് എന്തെങ്കിലും ഒരു കാരണം ഉള്ളതുകൊണ്ടും. മിക്ക കുഞ്ഞുങ്ങൾക്കും ഒരു കാരണമില്ലാതെ കുട്ടികൾക്ക് അതാണ് പ്രിഫേർഡ് പൊസിഷൻ, അതുകൊണ്ട് അവർ അങ്ങോട്ട് നോക്കുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ, സ്റ്റെപ്പ് 1 നമുക്ക് എൻവിറോൺമെന്റൽ ചേഞ്ചസ് വരുത്തുക. അതായത് കുഞ്ഞിനെ കിടത്തുന്ന ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. അതെങ്ങനെയാണെന്ന് ആദ്യം പറയാം. ഇപ്പം നിങ്ങളുടെ കുഞ്ഞ് എപ്പോഴും കുഞ്ഞിന്റെ ഇടത്തോട്ട് നോക്കി കിടക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുഞ്ഞിനെ ചുമരിന്റെ ഭാഗത്തോട്ടായിട്ട് കിടത്തുമ്പോൾ കുട്ടി ഏത് ഭാഗത്തോട്ടാണോ തിരിഞ്ഞു കിടക്കുന്നത് അവിടെ ചുമര് വരുന്ന രീതിയിൽ കിടത്തുക. അപ്പൊ എന്താണ്, കുഞ്ഞ് കുറെ നേരം അവിടെ നോക്കി കിടക്കത്തില്ല. മിക്കപ്പോഴും ആളുകളൊക്കെ ഈ ഭാഗത്താണ് വരിക. അതുകൊണ്ട് തന്നെ കുഞ്ഞ് പയ്യെ തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളെ കുഞ്ഞ് ഇതുപോലെ തന്നെ ഇടത്തോട്ട് നോക്കി കിടക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴും കുഞ്ഞിനെ കെയർ ചെയ്യുമ്പോഴൊക്കെ കുഞ്ഞിന്റെ വലതുവശത്ത് വന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ചുവന്ന ടോയ്കളൊക്കെ കാണിച്ച് കുട്ടിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെയുള്ളപ്പോഴും കുട്ടി പതിയെ ഇങ്ങോട്ട് തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഒരു എൻവിറോൺമെന്റൽ ചേഞ്ച്, അതായത് കുട്ടിയുടെ ചുറ്റുപാടിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഭാഗത്തായിട്ട് എന്തെങ്കിലും തലയണ. അപ്പൊ നിങ്ങളെ കുഞ്ഞ് എപ്പോഴും ഇങ്ങോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായി എന്തെങ്കിലും റെസ്ട്രിക്ഷൻ തലയണ വെച്ച് കൊടുക്കുക. പക്ഷെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ തലയണയോ മറ്റോ ഒരു ഭാഗത്ത് വെച്ച് നിങ്ങൾ അങ്ങോട്ടുള്ള മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ തലയണ എടുക്കണം. കാരണം ഉറങ്ങുന്ന കുഞ്ഞിന്റെ ചുറ്റുഭാഗത്ത് തലയണ, സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻസ് ഒന്നും പാടില്ല. അത് കുഞ്ഞ് ശ്വാസം മുട്ടി അത് മരണത്തിലോട്ട് വരെ നയിക്കാറുണ്ട്. അപ്പൊ ഇതാണ് എൻവിറോൺമെന്റൽ ചേഞ്ചസ്, അതായത് ആ കുഞ്ഞിന്റെ എൻവിറോൺമെന്റിൽ എന്തൊക്കെ മാറ്റം വരുത്താമെന്നുള്ളത് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2. അപ്പൊ എപ്പോഴാണ് സ്റ്റെപ്പ് 2 ചെയ്യേണ്ടത്? ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളെ കുട്ടി ഒരു ഭാഗത്തോട്ട് തന്നെ മാത്രമേ നോക്കുന്നുള്ളൂ. അതുപോലെ നിങ്ങളുടെ കുട്ടിയുടെ തല പിടിച്ച് നിങ്ങൾ മറ്റേ ഭാഗത്തോട്ട് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നല്ലൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്റ്റെപ്പ് 2 പോകണം. എന്താണ് സ്റ്റെപ്പ് 2? മറ്റൊന്നുമല്ല, ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഇതിന് 2 കാരണങ്ങളുണ്ട്. കാരണത്തോടു കൂടിയും കാരണം ഇല്ലാതെയും ഇങ്ങനെ കുട്ടികളാക്കാം. അപ്പൊ എന്തെങ്കിലും പ്രത്യേകിച്ച് കുഞ്ഞിന്റെ കഴുത്തിലെ എല്ലുകൾക്കോ മസിലിനോ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു പീഡിയാട്രീഷ്യൻ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതാണ് സ്റ്റെപ്പ് 2. അപ്പൊ പീഡിയാട്രീഷ്യനെ കാണിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 2. ഇനി സ്റ്റെപ്പ് 3, പീഡിയാട്രീഷ്യനെ കാണിച്ചു, പീഡിയാട്രീഷ്യൻ നിങ്ങളോട് പറഞ്ഞു അത് കുഞ്ഞിന് ചെറിയൊരു കഴുത്തിൽ ഒരു മസിൽ ടൈറ്റ് ആയതാകാം, വേറെ ഒന്നും കാണുന്നില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്റ്റെപ്പ് 3. അതെന്താ? അത് സ്ട്രെച്ച് എക്സസൈസുകളാണ്. അതായത് കുട്ടി ഒരു ഭാഗത്തോട്ട് മാത്രം നോക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഭാഗത്തോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസ് ആണ് സ്റ്റെപ്പ് 3. പക്ഷെ സ്റ്റെപ്പ് 3 ചെയ്യുന്നതിന് മുമ്പ് പീഡിയാട്രീഷ്യനെ കാണിച്ച് കഴുത്തിലെ എല്ലുകൾക്കൊന്നും പ്രശ്നമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെ സ്ട്രെച്ച് എക്സസൈസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കുക. ഇപ്പൊ നിങ്ങളുടെ കുട്ടി ഈ ഭാഗത്തോട്ട് മാത്രം തല വെച്ച് കിടക്കുന്ന കുട്ടിയാണ്. ആ കുഞ്ഞിനെ നിങ്ങൾ ഇതുപോലെ ആക്കുമ്പോൾ ആ തലക്ക് നല്ലൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെച്ച് എക്സസൈസ് ചെയ്യാം. അത് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ, കുട്ടി ഇടത്തോട്ടാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ ഇവിടെ സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 10 സെക്കൻഡ് ഒക്കെ ഇങ്ങനെ ഈ കൈ വെച്ചിട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യാം. അങ്ങനെ ഒരു 10 സെക്കൻഡ് നമ്മുടെ വലത്തെ വശത്തോട്ട് ഇങ്ങനെ പുഷ് ചെയ്യാം. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കുഞ്ഞിനെ ടോയ് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ 10 സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിടാം. അങ്ങനെ ഓരോ തവണ കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റുമ്പോഴും ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അതാണ് സ്ട്രെച്ച് എക്സസൈസ്. ഇനിയിപ്പോ കുഞ്ഞ് അങ്ങോട്ടാണ്, നിങ്ങളുടെ കുഞ്ഞ് എപ്പോഴും വലത്തോട്ട് നോക്കി കിടക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ഈ ഷോൾഡർ സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കുക. കുഞ്ഞിനെ ഇങ്ങോട്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കുക. അതൊരു 10 to 15 സെക്കൻഡ്സ് അങ്ങനെ ചെയ്യുക. ഓരോ തവണ ഡയപ്പർ മാറ്റുമ്പോഴും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ 3 സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പീഡിയാട്രീഷ്യനെ കാണിക്കുമ്പോൾ എന്തെങ്കിലും കാര്യമായ പ്രശ്നം കണ്ടുപിടിച്ചാൽ അതിന് ട്രീറ്റ്മെന്റ് പീഡിയാട്രീഷ്യൻ പറയും. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഒരു ഫുൾ ടൈം ഒരേ ഭാഗത്തോട്ട് നോക്കി കിടക്കുന്ന ഒരു കുഞ്ഞിനോട് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം.